ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ സ്പെഷ്യലായിട്ടുള്ളൊരു പിസ്സ റെസിപ്പി ഉണ്ട്. അതായത് ഇതുവരെ പിസ്സ ഒന്നും ട്രൈ ചെയ്യാത്തവർക്കും അല്ലെങ്കിൽ പിസ്സ ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു പിസ്സ റെസിപ്പിയാണ്. വളരെ ഈസിയാണ്, എന്നാൽ പെർഫെക്റ്റ് ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വ്ളോഗ് മൊത്തമായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ഈസി ആയിട്ടുള്ള പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള നമ്മളെ പിസ്സ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിൻ്റെ റെസിപ്പി ആദ്യം ഷെയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് പോകാം കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പി ആദ്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്സ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള ചേരുവകളെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പിസ്സയുടെ ബേസ് വേണം. പിസ്സയുടെ ബേസ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ആ റവ ദോശ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലെൻഡറിലേക്ക് 1 കപ്പ് റവ, സാധാ നോർമൽ റവയാണ്, വറുക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പിൻ്റെ 1/3 ഭാഗം, അതായത് 1/3 കപ്പ് തൈരും പിന്നെ 1 കപ്പിൻ്റെ 1/3 ഭാഗം തേങ്ങ ചെരുവിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് സവോള ചേർത്തിട്ടില്ല, കാരണം നമ്മൾ പിസ്സ എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതന്നെയായിരുന്നു തൊട്ട് മുമ്പത്തെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ റവ ദോശ അല്ലെങ്കിൽ റവ അപ്പം, പഞ്ഞിയപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അപ്പം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാറ്റർ നന്നായിട്ട് അരച്ചെടുത്ത ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാണ്. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ ആയിക്കോട്ടെ, കാരണം നമ്മുടെ പിസ്സയുടെ ബേസ് കുറച്ച് കട്ടിയുള്ളത് വേണമല്ലോ. അപ്പോൾ ബാറ്റർ വെച്ചുകൊണ്ടിരിക്കൊന്നും വേണ്ട. ദോശ ഉണ്ടാക്കുമ്പോഴും അതേപോലെ തന്നെ ബാറ്റർ പുളിക്കാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കന് ഫ്രൈ ചെയ്തത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പല കളേഴ്സിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ സവോളയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൊസറല്ല ചീസ്, അത് പിസ്സയുടെ മെയിൻ സംഭവമാണല്ലോ, അപ്പോൾ അതും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ ആവശ്യത്തിന് എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ കയ്യിലും പിസ്സ സോസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ട് ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് ഒറിഗാനോ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പിസ്സ സോസിൻ്റെ ആ സെയിം മണമൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള പിസ്സ സോസ് കേട്ടോ. അപ്പോൾ ഇനി സാധാ നമ്മൾ പഞ്ഞിയപ്പം ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാക്കുക. പിന്നെ പാൻ ചൂടാക്കിയ ശേഷം അതിൽ നന്നായിട്ട് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ വളരെ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സാധാ നമ്മൾ നേരത്തെ പഞ്ഞിയപ്പം ഉണ്ടാക്കിയ ചെറിയ ദോശകളല്ലായിരുന്നോ, ഇത് കുറച്ച് കൂടുതൽ ഒഴിച്ചിങ്ങനെ കൊടുക്കുക. കുറച്ച് കട്ടിയിൽ വേണമല്ലോ പിസ്സയുടെ ബേസ്. അപ്പോൾ ഇതുപോലെ കട്ടിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു സ്പാറ്റിലോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരിക്കലും ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വല്ലാണ്ട് കുക്കാക്കി എടുക്കണ്ട കേട്ടോ, കാരണം നമുക്കിത് വീണ്ടും കുക്കാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട പാടന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേ തിരിച്ചിട്ട് കൊടുക്കുക, കാരണം നമുക്കിതിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ളതല്ലേ എല്ലാതും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് അപ്പോഴേ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ബാക്കി എല്ലാതും നമ്മൾ സെറ്റ് ചെയ്ത ശേഷം വേണം ഫ്ലെയിം ഓൺ ആക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് മറക്കരുത്. ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ട് ഇതെല്ലാം ചെയ്തെടുക്കുമ്പോഴേക്കും അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടൊമാറ്റോ സോസും കൂടി ഒറിഗാനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് നമ്മുടെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രീസറിലല്ല വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ച ശേഷം അതൊന്ന് സോഫ്റ്റായ ശേഷം യൂസ് ചെയ്യുക, എന്നാൽ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. അപ്പോൾ ഒരു ചെറിയൊരു ലെയറേ ഇട്ടിട്ടുള്ളൂ മൊസറല്ല ചീസ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുറേശ്ശെ ആയിട്ട്. സവോള അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം പല കളേഴ്സിലുള്ളത് കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കനും ഒരു ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ 2 ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലേ ആ ഒരു ഇതിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ലെയർ നമ്മൾ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നമ്മുടെ പിസ്സ സോസ് അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസും ഒറിഗാനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അത് ചേർത്തിട്ട് വീണ്ടും ഈ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിൽ ഡെക്കറേഷനായിട്ട് നമ്മൾ ഈ ബെൽ പെപ്പേഴ്സ് വെച്ച് കൊടുക്കുക. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാ കളേഴ്സിലുള്ളതും വെച്ചിട്ട് വീണ്ടും ഒരു ലെയറും കൂടി നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് അതിൽ തന്നെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കുമ്പോൾ വളരെ ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഓൺ ആക്കാൻ. നമുക്ക് ഈ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി, ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം ഇത് ദോശയുടെ ബാറ്ററാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗം ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദോശയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അതായത് ഈ ചീസ് മെൽറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് വരെ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പിസ്സ റെസിപ്പിയാണിത്. മൈദ വേണ്ട, മുട്ട വേണ്ട, ഓവൻ വേണ്ട, ബ്രെഡ് വേണ്ട. ഞാൻ മുമ്പ് ഒരു ബ്രെഡ് പിസ്സ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ബ്രെഡും വേണം, മുട്ടയും വേണം. അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പി തന്നെയാണ്. പക്ഷേ ഇത് അതിലേക്കാളും സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനാണ്. എന്തായാലും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ് പിസ്സയൊക്കെ. അപ്പം അവർക്ക് ഇതുപോലെ ദോശൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള പിസ്സ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്നാൽ നമുക്കൊരു സമാധാനമാണ്, എന്നാലോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ പിസ്സേൻ്റെ സെയിം ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ചീസൊക്കെ നന്നായിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിരുന്നു ഈ ചൂടോട് കൂടിയിട്ട് വെച്ചത്. അപ്പോൾ അടിയിൽ ഒട്ടി പിടിച്ചതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് വെക്കണ്ട. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ പഞ്ഞിയപ്പം അല്ലെങ്കിൽ റവ അപ്പം റെസിപ്പി ഇട്ട ശേഷം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് സക്സസ് ആയിപ്പോയി. അപ്പോൾ ഇനി മുതൽ പിസ്സ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയും ടേസ്റ്റി ആയിരുന്നു. അതുപോലെ ദോശയുടെ ബാറ്ററാന്ന് വെച്ചിട്ട് അടിഭാഗം കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിഭാഗം ഇതായിട്ട് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലേ. അപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത് അധികം ചേരുവകളൊന്നും വീട്ടിലുണ്ടാവില്ല എന്നറിയാം. അപ്പോൾ എന്തായാലും റവയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ മൊസറല്ല ചീസ് മിക്കവാറും വീടുകളിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ 2 പിസ്സ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാകും. പക്ഷേ അതിലേക്കുള്ള സ്പ്രെഡ് ചെയ്ത സംഭവങ്ങളില്ലേ, അത് ഞാൻ ഒരെണ്ണത്തിലേക്കുള്ള സ്പ്രെഡ് ചെയ്യാനുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ പേര് ചോദിക്കാറുണ്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ലോക്ക്ഡൗൺ സമയം എന്ന് പറയുമ്പോൾ മക്കളുടെ ക്രിയേറ്റിവിറ്റി വളർത്താനൊക്കെ പറ്റുന്ന നല്ലൊരു സമയമാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു സമയമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പിസ്സ കഴിച്ച ശേഷം പിന്നെ അവർ ഒരാൾ എന്താ ചെയ്യുന്നത് അതേപോലെ മറ്റാളും ചെയ്യും. അപ്പോൾ രണ്ടുപേരും കൂടി ഇപ്പോൾ പെയിൻറ്റിങ്ങും കളറിങ്ങും ഒക്കെ ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്.
കൂടുതൽ നേരവും ഇപ്പം ഇതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുകയാണ് രണ്ടുപേരും. ഞാൻ ക്രാഫ്റ്റിൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ കാണുന്നതൊക്കെ എടുത്തു വയ്ക്കുമായിരുന്നു. അങ്ങനെ എടുത്തു വെച്ചൊരു സംഭവമാണ് ഈ മരത്തിൻ്റെ ചില്ലകൾ, ചെറിയ ചെറിയ ചില്ലകൾ. അപ്പോൾ അത് ഇങ്ങനെ പുറത്ത് കണ്ടപ്പോൾ റീനിന് തോന്നിയൊരു ഐഡിയ ആണ്. ഇങ്ങനെ കളർ ചെയ്തിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. എന്തൊക്കെയാണെന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി ഇതാണ്. അപ്പം ഒരാളുടെ കണ്ടപ്പോൾ മറ്റാൾക്കും കളർ ചെയ്യണം. ഏതായാലും കുറച്ച് കളറ് ചിലവായി പോകും. അതും ഞാൻ ക്രാഫ്റ്റിൻ്റെ ചാനലുള്ളതുകൊണ്ട് കുറച്ച് കളേഴ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് കളർ ചെയ്യാനുള്ളൊരു ഇതായി. പിന്നെ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഡിന്നർ റെഡിയാക്കുകയാണ്. ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ ഡിന്നറിന് ചോറാണ്. ചോറിലേക്ക് വഴുതന ഉപ്പേരിയും പിന്നെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ഞാൻ മുമ്പ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചിക്കൻ്റെ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ റെസിപ്പി ഉണ്ടല്ലോ, ആ സെയിം റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല. സ്പൈസി ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സെയിം റെസിപ്പി തന്നെയാണ്. പിന്നെ ഞാൻ കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൈര് കറിയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് അതിൻ്റെ റെസിപ്പി. അപ്പോൾ ഞാൻ ബ്ലെൻഡറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചെരുവിയതും ഒരു ചെറിയൊരു പീസ് സവോളയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ തൈര്, പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ക്യുമിൻ സീഡാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അതും കുറച്ച് വെള്ളത്തിൽ ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. കുറഞ്ഞ വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ലൂസായി പോകും. അപ്പോൾ നല്ല കട്ടിയിൽ കുറഞ്ഞ വെള്ളത്തിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയൊന്നും പാടില്ല. എന്നിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയ ശേഷം ഈ ഒരു മിക്സ്ചർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് വല്ലാണ്ട് ലൂസാക്കരുത്, പക്ഷേ കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, കാരണം അത് ചിലപ്പോൾ ഇത് ലൂസായിട്ട് വരും. തൈരിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൂസായിട്ട് വരും. പിന്നെ തൈരും തേങ്ങയൊക്കെ അതിൻ്റെ കണക്കിൽ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു തിള വരുന്ന സമയത്ത് തന്നെ ഓഫാക്കണം. ഇത് തിളച്ച് പോകാൻ അനുവദിക്കരുത്. അങ്ങനെ വരുമ്പോൾ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല, വെള്ളം പോലെ ആയി പോകും. അപ്പം ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഓഫാക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന തൈര് കറി. അപ്പോൾ എൻ്റെ ഡിന്നർ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടും മക്കൾ രണ്ടുപേരും അവരുടെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടി വി കാണുന്നേക്കാളും ലാപ്ടോപ്പിലിരിക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. കുട്ടികൾ കുറച്ച് കളേഴ്സും കുറച്ച് പേപ്പറും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഡിന്നർ ഏകദേശം ഒരു 6:30 ആ ഒരു സമയത്താണ് കഴിക്കുന്നത്. കാരണം ചോറായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കഴിക്കുകയാണ്. ഇന്ന് ലഞ്ചും കുറച്ച് നേരത്തെ ആയിരുന്നു കഴിച്ചിരുന്നത്. ലഞ്ചിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ വഴുതനങ്ങ ഉടച്ചത് അല്ലെങ്കിൽ വഴുതനങ്ങ താളിച്ചതും തൈര് കറിയും ചിക്കൻ സ്പൈസി റോസ്റ്റുമാണ് ഇന്നത്തെ ഡിന്നർ. വേറെ അച്ചാറും ഇതൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും അച്ചാർ കഴിക്കുന്നതൊന്നും നല്ലതല്ലല്ലോ. അപ്പോൾ ഇതന്നെ ധാരാളം കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ് ഇതെല്ലാം കൂടി. വഴുതനങ്ങ താളിച്ചതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കാണാം. അതുപോലെ സ്പൈസി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒരു വ്ളോഗിൻ്റെ അകത്തായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. പിന്നെ റോസിന് പൊതുവേ ചോറ് വയ്ക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ സ്പൂണൊക്കെ വെച്ചിട്ടായിരുന്നു അവൾ ചോറ് കഴിച്ചിരുന്നത്. ഇപ്പോൾ കൈകൊണ്ട് നമ്മുടെ വ്യൂവേഴ്സ് കുറേ ഇങ്ങനെ പറയാറുണ്ട് കൈകൊണ്ട് ശീലിപ്പിക്കണം എന്നൊക്കെ. അങ്ങനെ കൈകൊണ്ട് ശീലിപ്പിച്ചിരിപ്പോൾ മാഷാ അല്ലാഹ് അവൾ കൈകൊണ്ട് ചോറ് കഴിക്കുന്നുണ്ട്. അധികം വല്ലാണ്ട് കേട്ടതായിട്ടില്ല, എന്നാലും ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗും അതുപോലെ ഈസി പിസ്സ റെസിപ്പിയും ഡിന്നർ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ വരുന്നവരേക്കും ബൈ, താങ്ക് യു.